عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. صدق الله العظيم. وقال النبي صلى الله عليه وسلم: أفضل الصيام بعد رمضان شهر الله المحرم، كما قال شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ജുമുഅ ദിവസത്തിൽ ആശൂറയുടെ നോമ്പ് നോക്കിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. വന്നു പോകുന്ന പാകപ്പിഴവുകൾ, ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ മഹത്വമുള്ള പരിശുദ്ധമായ ഒരു ദിവസമാണ് ഇന്ന്. ഒന്ന് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. മറ്റൊന്ന് യൗമുൽ ആശൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാർക്ക് അവരുടെ ജനതയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മോചിപ്പിച്ച, അവർക്ക് വിജയം നൽകിയ ഒരു ദിവസം കൂടിയാണ് പരിശുദ്ധമായ മുഹറം 10 എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ 1,24,000 പരം അംബിയാ മുർസലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യർക്കിടയിൽ തന്നെ മനുഷ്യരായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ചില പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ വിശുദ്ധമായ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരേ ഒരു പ്രവാചകൻ മാത്രമേ ഉള്ളൂ. അത് മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. ഇത്രയും പ്രവാചകന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. 950 വർഷം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം നടത്തിയിട്ടുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുമ്പോഴും അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ അത്രത്തോളം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടില്ല. ഓരോ മാസത്തിലും ഓരോ പ്രവാചകന്മാരുടെ പ്രത്യേകമാക്കപ്പെട്ട ഓരോ ചരിത്രങ്ങളും അടങ്ങിയിട്ടുണ്ട് ഓരോ അറബി മാസങ്ങളിലും. കഴിഞ്ഞ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആണെങ്കിൽ, ഈ മുഹറം എന്ന് പറയുന്നത് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ സ്മരിക്കപ്പെടുന്ന മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന് നൽകിയപ്പോൾ തൗറാത്ത് എന്ന വേദഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിക്ക് നൽകിയിട്ട് പറഞ്ഞു: മൂസ, നീ എൻ്റെ മാർഗത്തിൽ പരിശ്രമിക്ക്. മനുഷ്യരോട് നിന്നെ കേൾക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, എന്നെക്കുറിച്ച് പറയുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് നിന്നോടൊപ്പം കൂടുന്ന ഒരു സമുദായത്തെ ഞാൻ നിനക്ക് നൽകാം. നീ ഞാൻ നൽകിയ തൗറാത്ത് കൊണ്ട്, ഞാൻ നൽകിയ അറിവ് കൊണ്ട് നീ ജനതയിൽ പ്രബോധനം നടത്തി നേർമാർഗത്തിലേക്ക് നയിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ദൗത്യം നൽകുകയാണ്. നമുക്കറിയാം, ബനൂ ഇസ്രായേൽ ഗോത്രത്തിലാണ്
അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസ നബി അള്ളാഹു നിയോഗിച്ചത്. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് അവസാനം ഒരു രക്ഷയില്ല എന്ന് അനുയായികൾ പോലും ആവലാതിയും വേവലാതിയും പറയപ്പെട്ടപ്പോൾ റബ്ബിന്റെ സഹായം വന്ന വലിയൊരു ചരിത്രമാണ് മഹാനായ മൂസ നബിയുടെ ചരിത്രം. മൂസാ നബി എന്ന് പറയുമ്പോൾ എതിർഭാഗത്ത് ഫിറഔനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടണം. ഫിറഔൻ എന്ന് പറയുന്നത് ഒരു അധികാരിയുടെ പേരല്ല. ഫിറഔൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല. അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് മുഴുവനായും പറയപ്പെടുന്ന അവിടുത്തെ രാജാക്കന്മാർക്ക് മൊത്തമായി കോമണായി പറയപ്പെടുന്ന പേരാണ് ഫിറഔൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷമുള്ള അക്രമികളായ ധിക്കാരികളായ അഹങ്കാരികളായ അധികാരികളെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔൻ എന്ന രീതിയിലാണ് അല്ലാഹു പിന്നീട് പരാമർശിച്ചിട്ടുള്ളത്. അതാണ് അഭിനവ ഫറോവന്മാർ നമ്മുടെ നാടിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അസത്യത്തിനെതിരെ പോരാടുവാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, അനീതിക്കെതിരെ പോരാടുവാൻ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ച ഇസ്ലാമികമായ ആ ഒരു ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ചരിത്രമുറങ്ങുന്ന അശൂറാ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സ്യത്തിൽ നിന്നും പുറത്തെടുക്കപ്പെട്ട മഹത്വമുള്ള ദിനമാണ് അശൂറാ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധികാരം തിരികെ നൽകിയ ദിവസമാണ് യൗമുൽ ആശൂറാ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ശൈത്താന്റെ പ്രകോപനം കാരണം ചെയ്തുപോയ തെറ്റിന് പശ്ചാത്തപിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്ത ദിവസമാണ് യൗമുൽ ആശൂറാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതാണ് യൗമുൽ ആശൂറാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം നടത്തിയപ്പോൾ അവിടെ നിന്ന് അനുസരിക്കാതെ ധിക്കരിച്ചു നടന്ന ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജലപ്രളയം നൽകി മഹാനായ നൂഹ് നബിയോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ പറയുകയും ആ കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ച് കൂടെ കയറിയ ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂരി സീനാ പർവ്വതത്തിലേക്ക് ആ കപ്പലിൽ നങ്കൂരമിട്ട ദിവസമാണ് യൗമുൽ ആശൂറാ. ഒരുപാട് ചരിത്രത്തിന്റെ കഥകൾ പറയാൻ, ഒരുപാട് ഓർമ്മകൾ ഓർത്തെടുക്കുവാൻ, ഒരുപാട് വേദനയേറിയ ചരിത്രങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കി പാഠം ഉൾക്കൊള്ളാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദിവസമാണ് യൗമുൽ ആശൂറാ, മുഹറം 10 എന്ന് പറയുന്നത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദു ശബാബി അഹ്ലുൽ ജന്ന, സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാവാണ് ഹസൻ ഹുസൈൻ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുനാവിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ രക്തസാക്ഷിയാകുന്ന ഒരു ദിവസമാണ് യൗമുൽ ആശൂറാ. കറുത്ത ദിനമെന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു ദിവസമാണ് യൗമുൽ ആശൂറാ. ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ളതുപോലെ കറുത്തതും കറുത്ത ദിനവും, അതായത് വെളുത്ത ദിനവുമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. വിജയം നൽകപ്പെട്ടതും അതിലുപരി വേദനിക്കപ്പെട്ടതുമായ ദിവസമാണ് ആശൂറാ. നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും വർഷങ്ങൾ നമ്മൾ ജീവിച്ചിട്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ചരിത്രങ്ങളുടെ ഒരു പേജ് പോലും നമ്മളെ കൊണ്ട് വായിക്കുവാനോ പഠിക്കുവാനോ പറയുവാനോ അത് മനസ്സിലാക്കുവാനോ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച ഒരു മുസ്ലിമായി ജീവിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കുടുംബവും സത്യത്തിന് വേണ്ടി പോരാടി, അനീതിക്കെതിരെ പോരാടി, അവസാനം അവരെ വളയുകയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്ത്
ഭൗതികമായി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ ഭൂമി ലോകത്ത് പരാജയപ്പെട്ടു എന്ന് തോന്നുമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വമാകുന്നവരെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അവർ മരിച്ചു പോയിരിക്കുന്നു, അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. രക്തസാക്ഷികൾ അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഓരോ രക്തസാക്ഷികളെ കുറിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അവര് മരിച്ചുപോയി, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ സഹോദരൻ മരിച്ചുപോയി എന്നല്ല പറയേണ്ടത്. അവൻ ഇപ്പോഴും എന്റെ ഭർത്താവ്, എന്റെ പിതാവ്, എന്റെ സഹോദരൻ, എന്റെ മകൻ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ അടങ്ങുന്ന യൗമുൽ ആശൂറ, ഈ ദിവസമാണ് നമ്മൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച രീതിയിൽ നോമ്പ് പിടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നോമ്പ് നമുക്ക് അള്ളാഹിന്റെ റസൂല് കൽപ്പിക്കാനുള്ള കാരണം എന്താ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യൗമുൽ ആശൂറയുടെ നോമ്പ് നിങ്ങൾ പിടിക്കണമെന്ന് അള്ളാഹിന്റെ റസൂല് കൽപ്പിക്കാനുള്ള കാരണം എന്താണ്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔനുമായുള്ള ആ ഒരു പോരാട്ട രംഗം നമുക്കറിയാം. അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, മൂസാ നബിയെ അങ്ങ് ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യുക. രാത്രിയുടെ സായാസന്ധ്യയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമോ അനുയായികളും അതാ ഫിറഔന്റെയും ശത്രുക്കളിൽ നിന്നും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പലായനം ചെയ്യുകയാണ്. നേരം വെളുത്തപ്പോൾ ഫിറഔൻ മൂസാ നബിയും സംഘവും ഇവിടെ നിന്നും തിരിച്ചു പോയിരിക്കുന്നു, നാട് വിട്ടു പോകാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്തുടരുകയാണ്. ചോര മാത്രം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, ചോരക്കളിയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഫിറഔനും സൈന്യവും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്തുടരുകയാണ്. ആ സമയത്ത് മൂസാ നബിയെ ഫിറഔനും സൈന്യം കണ്ടുമുട്ടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബിയുടെ അനുയായികൾ അതാ നിലവിളിക്കുകയാണ്, ഇന്നാലമുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെടാൻ പോവുകയാണ്. മുൻഭാഗത്ത് ചെങ്കടലും മറുഭാഗത്ത് ഫിറഔന്റെ ശത്രു സൈന്യങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതം ഇതാ ഈ നിമിഷം അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൂസാ നബിയുടെ അനുയായികൾ വിറങ്ങലിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി പറയുന്നു, കല്ല, അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. തീർച്ചയായും എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ തീർച്ചയായും എനിക്ക് വഴി തെളിയിച്ചു തരുമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികൾക്ക് ആശ്വാസത്തിന്റെ വാക്ക് നൽകുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്ന് നമ്മളൊരു പഴമൊഴി പറയുമെങ്കിലും അതുപോലെ ഒരു രംഗമാണ്. ചെങ്കടലിന്റെ മുന്നിൽ മൂസാ നബിയും അനുയായികളും നിൽക്കുന്നു. മറുഭാഗത്ത് കരയിൽ ഫിറഔനും ശത്രുക്കളും മൂസാ നബിയെയും അനുയായികളെയും കൊല്ലാൻ വേണ്ടി ആയുധങ്ങളുമായി വന്നിരിക്കുന്നു. എവിടെയാണ് രക്ഷ? എവിടെയാണ് രക്ഷ? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ വിശ്വാസത്തിൽ അചഞ്ചലമായ ഈമാനിന്റെ ആ വൈകാരികമായ നിമിഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്നു, മൂസാ, നിനക്ക് മുഅ്ജിസത്തായി ഞാൻ നൽകിയ ഒരു വടിയുണ്ട്. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു അമാനുഷികമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ മൂസാ നബിക്ക് അല്ലാഹു നൽകിയ ഒരു അമാനുഷികമായ ഒരു കഴിവ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വടി മൂസാ നബിക്ക് നൽകിയിട്ടുണ്ട്. തറയിലിട്ടാൽ പാമ്പായി ഇഴഞ്ഞു പോകുന്ന, അതൊന്ന് കുത്തിയാൽ മുന്നിലിരിക്കുന്നത് പിളർന്നു പോകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനുഷികമായ കഴിവ് നൽകിയതാണ് മൂസാ നബിക്ക്. അന്ന് ഒരുപാട് മന്ത്രവാദികളൊക്കെ ഉണ്ടായിരുന്നു.
മൂസ നബിയുടെ കാലഘട്ടത്തിൽ അമാനുഷികമായ മായങ്ങളും മന്ത്രങ്ങളും ഒക്കെ കാണിക്കുന്ന അവർക്കിടയിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിക്ക് ഇങ്ങനെ ഒരു മുഅ്ജിസത്ത് നൽകിയത്. വടിതറയിലിട്ടാൽ പാമ്പായി മാറുന്ന ഒരു മന്ത്രവാദികൾക്കും ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിക്ക് നൽകിയ വലിയൊരു വജ്രമായിരുന്നു, വലിയൊരു തന്ത്രമായിരുന്നു, വലിയൊരു ആയുധമായിരുന്നു അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് മൂസ നബിയോട് കൽപ്പിക്കുന്നു, അനിദ്രിബ് ബിഅസാക്കൽ ബഹർ, മൂസ നബിയെ ആ വടി കൊണ്ട് സമുദ്രത്തിൽ ഒന്ന് അടിക്കൂ. അല്ലാഹു കൽപ്പിക്കുക. കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് വിശുദ്ധമായ ഖുർആൻ. പ്രവാചകന്റെ കാലഘട്ടത്തിലെ അനുയായികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി, നമ്മൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും അവരെ ധിക്കരിച്ച അനുയായികൾക്ക്, അവരെ ധിക്കരിച്ച ജനതയ്ക്ക് അള്ളാഹു നൽകിയ അദാബിനെ കുറിച്ചും നബിതങ്ങളോട് പഠിപ്പിക്കാൻ പറഞ്ഞു. വെറുതെയല്ല. വിശുദ്ധമായ ഖുർആൻ ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വളരെ വിശദമായി നൽകുമ്പോൾ അത് പാഠം ഉൾക്കൊള്ളണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ അവസാനം അല്ലാഹു കൽപ്പിക്കുന്നു, മൂസ ആ വടി കൊണ്ട് കടലിൽ നിന്ന് അടിക്കൂ. പ്രകൃതി പോലും മാറി നിൽക്കുകയാണ്. ആ ഈമാനിന്റെ മുന്നിൽ പ്രകൃതി പോലും തലകുനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം കയ്യിലിരുന്ന വടി കൊണ്ട് കടലിലടിച്ചപ്പോൾ കടലതാ പിളരുകയാണ്. അനുയായികൾക്ക് അത്ഭുതമായി, മൂസ നിന്റെ അല്ലാഹു എത്രയോ വലിയവനാണ് മൂസ, ഞങ്ങൾ നിന്നെ വിശ്വസിച്ചില്ലായിരുന്നുവെങ്കിൽ നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്കറിയാൻ പറ്റാതെ ഞങ്ങൾ ശത്രു സൈന്യങ്ങളിൽ നിന്ന് അകപ്പെട്ട് അവരുടെ അടിമകളായി തന്നെ ജീവിതം അവസാനിക്കേണ്ടി വരുമെന്ന് മഹാനായ മൂസ നബിയോട് അനുയായികൾ പറയുമ്പോൾ വഴി തെളിഞ്ഞു കിട്ടുകയാണ്. അള്ളാഹുവിന്റെ സഹായം അവസാന ഘട്ടത്തിലാണ്. നാമുമായി ബന്ധപ്പെട്ടവരെ ഒന്ന് പ്രതീക്ഷിച്ചിരിക്കും. എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ, സാമ്പത്തികമാകട്ടെ, മറ്റെന്തെങ്കിലും ആവശ്യമാകട്ടെ, നമ്മൾ എന്ത് ചെയ്യും? ഇന്നയാള് തരും. ചിലപ്പോൾ ഇന്നയാളുമായി ഒന്ന് സംസാരിച്ചാൽ എല്ലാം ഓക്കെ ആകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ അതിൽ നിന്നെല്ലാം കൈവിട്ടു പോകുന്ന സമയത്താണ് നമ്മൾ ആദ്യം അള്ളാഹുവിനെ ഓർക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം റബ്ബിലേക്ക് തവക്കുൽ ചെയ്യണം. ഏത് വിഷയമാണെങ്കിലും, മക്കളുടെ വിവാഹമാണെങ്കിലും, മക്കളുടെ പരീക്ഷയുടെ കാര്യമാണെങ്കിലും, ബിസിനസിന്റെ കാര്യമാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അലല്ലാഹ് എല്ലാം എന്ത് ചെയ്യാം? റബ്ബിലേക്ക് തവക്കുൽ ചെയ്യണം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരും. അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരും. അങ്ങനെയാണ്. അതാണ് ഒരു ഈമാനുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം റബ്ബിലേക്ക് തവക്കുൽ ചെയ്യും, പിന്നെയാണ് കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി മൂസ നബിക്ക് ഒരു വഴി തെളിയിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്നും മൂസ നബിയും അനുയായികളും നടന്ന് സഞ്ചരിച്ച് അക്കരെ എത്തിയപ്പോൾ മൂസ നബിയെ പിന്തുടർന്നു വന്ന ഫിർഔനും സൈന്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടലിൽ തന്നെ അവരെ മുക്കിക്കൊല്ലുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇന്നും ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ കാണാം ഫറോവ എന്ന് നമുക്ക് കാണാൻ പറ്റും. യൂട്യൂബില്, ഗൂഗിളിലൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ മതി, കാണാം. അവരുടെ ആ ഒരു അസ്ഥി രൂപം ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നു. എന്തിനു വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വെല്ലുവിളിച്ച ഫിർഔൻ, അന റബ്ബുകുമുൽ അഅല, മൂസ നിന്റെ റബ്ബിനേക്കാൾ വലിയ റബ്ബ് ഞാനാണെന്ന് ഫറോവ മൂസ നബിയോട് പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവ ഒന്നുമല്ല, ഫറോവയുടെ ചിന്തയുമായി നടക്കുന്ന ധിക്കാരികളായ, അഹങ്കാരികളായ, അക്രമികളായ ഒരു മനുഷ്യരും ഒന്നുമല്ല എന്നാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു പാഠമാണ്. ഇന്നും ഫറോവയുടെ ആ ഒരു അസ്ഥികൂടം ഇന്നും ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് അഹങ്കാരത്തിന്റെ വചനം പറഞ്ഞ ഫറോവ
ഇന്നും ഒന്നുമല്ലെന്ന് അറിയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം അവസാനം വരെയുള്ള ജനങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ അഹങ്കാരികളായ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നിലനിൽക്കില്ല, അല്ലാഹുവിനെ വെല്ലുവിളിച്ച ഒരു മനുഷ്യനും ഗുണം പിടിക്കില്ല എന്നറിയുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ് ഫറോവയുടെ ഇന്നും അവിടെ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന ആ ഒരു അസ്ഥി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല, അസൂയ വെക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് കുടുംബത്തിന് വിശാലത ചെയ്യേണ്ട ദിവസമാണ് യൗമുൽ ആശുറ. ഈ ദിവസത്തിൽ ആരെങ്കിലും കുടുംബത്തിന് വിശാലത കാണിച്ചാൽ, ഭക്ഷണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ വസ്ത്രം കൊണ്ടോ നമ്മളാൽ കഴിയുന്ന സഹായം കൊണ്ടോ കുടുംബത്തിന് നമ്മൾ വിശാലത കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റിസ്ക്കും വിശാലമാക്കി തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ പൈസ നമ്മൾ വെറുതെ കളയുന്നു. നമ്മുടെ കുടുംബത്തിൽ അർഹരായവരെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ ഈ ഒരു ദിവസം പ്രയോജനപ്പെടുത്തണമെന്ന് ദീനിന്റെ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിയാമു യൗമി ആശുറ അഹ്തസിബു അലല്ലാഹി യകഫിറ സനതല്ലതി ഖബല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജൂതന്മാരിൽ അയക്കപ്പെട്ട പ്രവാചകനായതുകൊണ്ട് മൂസ നബിയെ ഫിറഔനിൽ നിന്നും അല്ലാഹു രക്ഷിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നതെന്ന് അന്നത്തെ ജൂതന്മാരെ യഹൂദിയന്മാർ പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങളെക്കാൾ ഏറ്റവും കടമപ്പെട്ടിരിക്കുന്നത് ഞാനാണ്. അന ഹഖു ബി മൂസ, നിങ്ങളെക്കാളും ഏറ്റവും കടമപ്പെട്ടിരിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് നിങ്ങളെക്കാൾ നോമ്പ് പിടിക്കുന്നതിന് ഉത്തമം ഞങ്ങളാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യൗമുൽ ആശുറാഇന്റെ ദിവസം നിങ്ങൾ നോമ്പെടുക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉമ്മത്തിനോട് കൽപ്പിക്കുകയാണ്. ആ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, സിയാമു യൗമി ആശുറാ, ആശുറാ ദിവസത്തിന്റെ, അതായത് നമ്മൾ ഇന്ന് നിയ്യത്ത് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അഹ്തസിബു അലല്ലാഹി യുകഫിറ സനതല്ലതി ഖബലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന വർഷങ്ങളിലെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന അമലുകൾ പൂർണ്ണമായി ചെയ്തുകൊണ്ട് ഭിന്നിക്കാതെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ ഒരുമിച്ച് ദീനിൽ അടിയുറച്ച് ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുവാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധമായ ഖുർആനിനെ സംരക്ഷിക്കുവാൻ അല്ലാഹുവിന്റെ റസൂല് ത്യാഗങ്ങൾ സഹിച്ച് പടുത്തുയർത്ത ഇസ്ലാമിന്റെ ആദർശങ്ങളെ ഈ ഭൂമിയിൽ തന്നെ നിലനിർത്തുവാൻ, ദീനീ സ്ഥാപനങ്ങൾ ഇനി തകർക്കപ്പെടാതിരിക്കാൻ, ഒരു കലാലയങ്ങളും ഇനി കൊട്ടിയടയ്ക്കാതിരിക്കാൻ നമ്മൾ ചെറുത്തുനിൽപ്പിന്റെ വക്താക്കളായി നിലകൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശുറൂറുകളിൽ നിന്നും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും എല്ലാ ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യാൻ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രോഗികളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. ഒരു മാതാവ് ക്യാൻസറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കാര്യമായി ആ മാതാവിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. തുടക്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗാണുക്കളെ അല്ലാഹു പൂർണ്ണമായും ആ ശരീരത്തിൽ നിന്നും അല്ലാഹു നശിപ്പിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബിസിനസ്സുകൾ അല്ലാഹു വളർച്ചയും വിജയവും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾ എഴുതിയിരിക്കുന്ന നീറ്റ് എക്സാമും മറ്റ് പരീക്ഷകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല
ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചികിത്സയ്ക്ക് സർജറിക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആ സർജറിക്ക് വിജയം നൽകി ആഫിയത്തോടെ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിൽ മടങ്ങി വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ ദാമ്പത്യ ജീവിതം 25 വർഷം പൂർത്തിയാവുകയാണ്. ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. معشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. إذا صعد الخطيب على المنبر فلا يتكلمن أحد، ومن تكلم فقد لغى، ومن لغى فلا جمعة له. استمعوا يغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله، أشهد أن لا أشهد أن محمدا رسول الله، أشهد أن محمدا رسول الله. حي على الصلاة، حي على الصلاة، حي على الفلاح، حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. الحمد لله مبدع الأسلاف البدائع وموسع الطاف السنائع، الذي أوسع الشجاع عليه كل منيب ضائع. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بنور ساطع وحق قاطع وعز قامع. أيها الناس أوصيكم عباد